നമസ്കാരം. ബിവറേജസ് എന്നൊരു കുപ്പി മദ്യം വാങ്ങിക്കുമ്പോൾ അതിൽ മദ്യം ഹാനികരമാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ മദ്യം രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഹാനികരമാണ്. ഡൽഹിയെ പിടിച്ചുകുലുക്കിയ അരവിന്ദ് കെജ്രിവാളിന്റെ മദ്യനയ കേസിൽ 100 കോടിയാണെങ്കിൽ ഇവിടെ 250 കോടിയുടെ മദ്യ കച്ചവടമാണ് പിണറായി വിജയൻ അഴിമതി കാണിച്ചിരിക്കുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാളിനെ കാട്ടി ഒരു സ്റ്റെപ്പ് മുന്നേ. ആ ഒരു രീതിയാണ് പിണറായി കാണിച്ചിരിക്കുന്ന അഴിമതി എന്ന് പറയുന്നത്. പിണറായി സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളെല്ലാം നമ്മളന്ന് കണ്ടതാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരു നിയമസഭയിലും കാണാൻ പറ്റാത്ത ഒരു കലാപരിപാടിയാണ് നിയമസഭയിൽ അന്ന് അരങ്ങേറിയത്. അത് ഏറ്റവും ഒരു നാണം കെട്ട പരിപാടിയെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മദ്യം വിസർജനമാണ്, ഒരു മദ്യവും തുറക്കില്ല, അതായത് ഒരു മദ്യ ഷാപ്പുകൾക്കും അനുമതി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ പറ്റിച്ച് അധികാരം എത്തിയതിനു ശേഷം പിന്നെ നമ്മൾ കണ്ടത് മദ്യങ്ങൾക്ക് ചറപറ ലൈസൻസ് കൊടുക്കുകയാണ്. അതിന് മദ്യം വിസർജനമാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ നയം എന്നൊക്കെ പറഞ്ഞ് KPCC ലളിതയൊക്കെ കൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യിപ്പിച്ചു. അതിൽ പരസ്യത്തിലൊക്കെ വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ടിപ്പോൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കണ്ടത് ചറപ്പറ എന്ന് മദ്യങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതാണ് കണ്ടത്. അതിലൊട്ടനവധി പൈസകൾ പോയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ 250 കോടിയുടെ അഴിമതിയാണ് വന്നിരിക്കുന്നത്. ഈ അഴിമതിയാണ് നമുക്ക് എടുത്തു കാണേണ്ടത്. അതിൽ CPMൻ്റെ നേതാവ്, അതായത് ബാർ അസോസിയേഷൻ്റെ നേതാവ് അനിമോൻ പറയുന്നൊരു ശബ്ദ സന്ദേശമുണ്ട്. നമുക്ക് കാര്യം കാണണമെങ്കിൽ നമുക്ക് കൈക്കൂലി കൊടുത്തേ പറ്റൂ. ഓരോ ബാർ മുതലാളിയും 2.5 ലക്ഷം രൂപ വീതം സംസ്ഥാനത്തിന് കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം. എങ്കിൽ അനുമതി കിട്ടും. എന്തിൻ്റെ അനുമതിയാണ് വേണ്ടത്? ഡ്രൈ ഡേ മാറ്റുക. എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ മാറ്റുക. 2, ബാറിൻ്റെ സമയം കൂട്ടുക. 3, IT പാർക്കുകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി. കഴക്കൂട്ടം പോലെയുള്ള ടെക്നോ പാർക്കുകളിൽ മദ്യം വിളമ്പിയാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തെന്ന് പറയുന്നത് വേറെയാണ്. കാരണം കഴക്കൂട്ടം എന്ന് പറയുന്ന ഏരിയ നമുക്കറിയാം സുരക്ഷിതമായൊരു മേഖലയല്ല. അവിടെ പോലീസിൻ്റെ പെട്രോളിംഗ് പോലും കാര്യക്ഷമത അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം പ്രതിഷേധം കണ്ടു ഒരു വലിയൊരു പ്രതിഷേധമാകുമെന്ന് മനസ്സിലായ ഉടനെ തന്നെ MP രാജേഷ് തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതം നാട് വിട്ടു. വിനോദസഞ്ചാരം. ഇപ്പോൾ അടുത്ത കെജ്രിവാളിൻ്റെ ഒരു വാക്ക് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയപ്പോൾ കെജ്രിവാൾ പറഞ്ഞൊരു വാചകമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ED ഉപയോഗിച്ച് എന്നെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഇനി അടുത്തത് പിണറായി വിജയനെ ആയിരിക്കും. ആ വാക്ക് പൊന്നാവുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വീണ്ടും EDയുടെ ഒരു കണ്ണ് എന്തായാലും പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയൻ്റെയും പിറകിലുണ്ട്. ED ഈ കേസും കൂടെ ആകുമ്പോൾ, EDയും കൂടെ വന്ന് ഈ അഴിമതിയും കൂടെ അന്വേഷിക്കുമ്പോൾ മിക്കവാറും എന്തായാലും ഇതിൻ്റെ അകത്തൊരു കള്ളപ്പണം ഒഴുകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കേസും കൂടെ ആകുമ്പോൾ എന്തായാലും ശുഭം പര്യാപ്തിയാവും. അതോടെ ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ്. ഇതൊന്നും അറിയുന്നില്ല, എനിക്കിതിനെപ്പറ്റി യാതൊരു ബന്ധവുമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു വാർത്ത എന്നത് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി വിളിച്ച അധ്യക്ഷ യോഗത്തിലാണ് ഈ മദ്യനയത്തിൻ്റെ ഒരു ചർച്ച നടന്നത്. പിണറായി വിജയൻ്റെ മകനായ മുഹമ്മദ് റിയാസിന് വലിയ ഒരു താല്പര്യമുണ്ട്. മദ്യം വിളമ്പണം. എവിടെ? ടൂറിസം മേഖലയിൽ. ടൂറിസം മേഖലയിൽ മദ്യം വിളമ്പിയാലേ ആളുകളെല്ലാവരും വരുള്ളൂ, വിനോദസഞ്ചാരികളെല്ലാവരും വരുള്ളൂ എന്നാണ് പുള്ളിയുടെ ഒരു കണ്ടുപിടുത്തൽ. അത് എവിടെ നിന്ന് കിട്ടിയ ഒരു കണ്ടുപിടുത്തമാണെന്ന് അറിയില്ല. ശംഖുമുഖം, കോവളം ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞുപോലും ആരും നോക്കത്തില്ല, ഒരാൾ പോലും അവിടെ അടുക്കത്തില്ല. പൊതുമരാമത്ത് മന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്മാർട്ട് സിറ്റിയുടെ പേരും പറഞ്ഞ് റോഡ് ഇപ്പോൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വണ്ടി കൊണ്ട് ഇറങ്ങുന്നതിന് പകരം ഇപ്പോൾ ഒരു ബോട്ടും കൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിപ്പോൾ ഉള്ളത്. പിന്നെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു സമരം തന്നെ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നല്ല പിള്ള ചമയുന്ന ഒരു രീതി സർക്കാർ ആദ്യമേ അങ്ങ് എടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചു. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം അങ്ങോട്ട് നീങ്ങുമോ, അതോ ഇനി അന്വേഷണം എല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം തെളിവുണ്ട് എന്ന് കാണുമ്പോൾ
മിണ്ടാതെ ഇരിക്കാൻ ഇനി മന്ത്രിതലത്തിൽ നിന്ന് വല്ല നിർദ്ദേശവും കിട്ടുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എല്ലാം വലിയ പ്രശ്നമായപ്പോൾ CPI തന്നെ പറഞ്ഞു ഇത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആണ് നമ്മുടെ സുനിൽകുമാർ എൻട്രി ചെയ്യുന്നത്. ഈ CPM-ൻ്റെ നേതാവ്, ബാർ അസോസിയേഷൻ്റെ ഒക്കെ പ്രസിഡൻ്റാണ്. പുള്ളി വന്നിട്ട് പറയുന്നു, ബാർ തുറക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അനുമോൻ പറഞ്ഞത് എന്തോ ബോധമില്ലാതെ പറഞ്ഞതാണ്. ഇത് ബാർ അസോസിയേഷൻ മുതലാളിമാർക്ക് ഒരു കെട്ടിടം പണിയണം, അതിന് കുറച്ച് പൈസ ചോദിച്ചത്, അതാണ് പറഞ്ഞിട്ട് എല്ലാ ബാർ മുതലാളിമാരുടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് വില പോയില്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനി പിണറായി വിജയൻ്റെ അഥവാ പിണറായി സർക്കാരിൻ്റെ ബാർ കോഴ കേസ് 2.0 റീലോഡിങ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത്.